അടുത്തപ്പോൾ നമുക്കൊരു IMU-CET എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. If f from r minus set 3/5 to r it be defined by f of x equal to 3x plus 2 by 5x minus 3, then f inverse of x equal to f of x, f inverse of x equal to minus f of x, f of x equal to minus x, f inverse of x equal to 1/2 f of x. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് കാണിക്കാനുള്ളത്. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് പറയാം 3 ഓപ്ഷനിലും എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് കണക്ട് ചെയ്താണ് വരുന്നത്. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് വന്നാൽ അത് ഇൻവേഴ്സ് ആണെന്ന് പറയാൻ പറ്റും. സോ മൈനസ് എക്സ് വരുമ്പോൾ അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആണ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം, ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. സോ ഇതിന്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? നോക്കിക്കേ, നമുക്കിവിടെ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x plus 2 by 5x minus 3. ഓക്കെ, സോ നമുക്ക് ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആയിട്ട് എടുക്കാം. ദെർഫോർ വൈ ഈക്വൽ ടു എന്ത് വരും? 3x plus 2 by 5x minus 3. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് നമുക്കിനി എന്തിനെ സോൾവ് ചെയ്യണം? എക്സിന് സോൾവ് ചെയ്യണം. ഓക്കെ, വൈയുടെ ടേമിലോട്ട് നമുക്കിത് എഴുതുക. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത്. സോ നമുക്കത് ചെയ്യാം. അപ്പോൾ വൈയുടെ ടേമിലോട്ട് എഴുതാൻ വേണ്ടി ഇതിനെ നമുക്ക് ക്രോസ് ചെയ്താൽ y ടൈംസ് 5x മൈനസ് 3 ഈക്വൽ ടു 3x പ്ലസ് 2. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് 5xy മൈനസ് 3 ഈക്വൽ ടു 3y ഈക്വൽ ടു 3x പ്ലസ് 2. ഇനി നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? എക്സിൻ്റെ ടേമുകളൊക്കെ ക്ലബ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എക്സിൻ്റെ ടേമുകളൊക്കെ ക്ലബ് ചെയ്യാം. വിച്ച് ഇംപ്ലൈസ് എക്സിൻ്റെ ടേമുകളൊക്കെ നമ്മൾ ക്ലബ് ചെയ്താൽ എന്ത് കിട്ടും മക്കളെ? 5xy മൈനസ് 3x ഈക്വൽ ടു ഇത് അപ്പുറത്തോട്ട് എടുക്കുമ്പോൾ 3y പ്ലസ് 2 വരും. വിച്ച് ഇംപ്ലൈസ് എക്സ് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. സോ 5y മൈനസ് 3 ഈക്വൽ ടു 3y പ്ലസ് 2. വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 3y പ്ലസ് 2 ബൈ 5y മൈനസ് 3. ഓക്കെ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് ഇവിടെ വന്നപ്പോൾ ഡിവിഷനായി. സോ ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എങ്ങനെ എഴുതാം? എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു ഈ വൈയുടെ സ്ഥാനത്തൊക്കെ എക്സ് ഇട്ട് എഴുതിയാൽ മതി ഇൻവേഴ്സ് എഴുതുമ്പോൾ. സോ ഇവിടെ നോക്കിക്കേ, 3x പ്ലസ് 2 ബൈ 5x മൈനസ് 3. സോ ഇത് ഏതുമായിട്ട് ഇവിടെ കണക്ട് ചെയ്ത് നോക്കിക്കേ, നമ്മളുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന 3x പ്ലസ് 2 ബൈ 5x മൈനസ് 3 സെയിം വാല്യൂ അല്ലേ കിട്ടിയ? അതിന് നെഗറ്റീവാണ് കിട്ടിയെങ്കിൽ നമുക്ക് ഇതിലോട്ട് പോകാമായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അല്ല നമുക്ക് 2 ഉണ്ട്. സോ നമ്മൾ ഇവിടെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചപ്പോൾ എന്ത് തന്നെ കിട്ടി? ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് തന്നെ കിട്ടി. സോ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ഓപ്ഷൻ ഫസ്റ്റ് ആണ് കറക്റ്റ്. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ക്ലിയർ അല്ലേ മക്കളെ?